ഹലോ, ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒരു PVC പൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ PVC പൈപ്പ് വെച്ചിട്ട് നമുക്ക് നിരയൊക്കെ ചെടി നടാന്ന് വിചാരിച്ചിട്ടോ, 10 ചെടി നടാന്നുള്ളത്. അപ്പം ഞാൻ നമ്മളെ കയ്യിലൊരു ഒരു കപ്പ് ഉണ്ട് കേട്ടോ ഐസ്ക്രീമിൻ്റെ. അപ്പോൾ അതും പിന്നെ ഈ PVC പൈപ്പും വെച്ചിട്ടാട്ടോ ഇന്നത്തെ പരിപാടി നമ്മളത്. അപ്പം ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, ഈ PVC പൈപ്പ് ഒന്ന് നമുക്ക് ഇങ്ങനെ തുളാക്കി എടുക്കണം കേട്ടോ, ഓട്ടാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാക്കാൻ ഇതിൻ്റെ മെഷീനൊന്നും നമ്മളെ കയ്യിലില്ല. അപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ ഒഴിവാക്കിയ കത്തി ഉണ്ടായിരുന്നു നമ്മളെ കയ്യിൽ. അപ്പോൾ ആ കത്തി നന്നായിട്ട് ഇങ്ങോട്ട് ചൂടാക്കിയിട്ട് ഇങ്ങനെ അടുത്ത് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കത്തിയൊക്കെ ചൂടാക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടോ, കൈയൊക്കെ പൊള്ളണതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ കൈയൊക്കെ പൊള്ളാതെ തന്നെ ഇങ്ങനെ ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ തുളച്ചെടുക്കുക. അപ്പോൾ ഈ PVC പൈപ്പിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങോട്ട് നമ്മൾ എത്ര ചൂടാക്കി ഇങ്ങനെ ഇതാക്കിയിട്ടൊന്നും ഇങ്ങോട്ട് തുളാവില്ല. എന്നാലും നമ്മൾ തോറ്റ് കൊടുത്തില്ല. നമ്മൾ ടൈം വെച്ചാലും വേണ്ടിയില്ല, ഇത് തുളച്ചിട്ട് ബാക്കിയുള്ള പരിപാടി ഉള്ളൂ എന്നുള്ള രീതി. അപ്പോൾ എല്ലാതാ ഇതുപോലെ ഇങ്ങോട്ട് തുളച്ച് റെഡിയാക്കി വെച്ചിണേ. ഇനി നമുക്കിത് നടുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇനി ഒന്ന് ഈ തുളകൾ ഒന്നുകൂടി ഇങ്ങോട്ട് വലിയ റൗണ്ടാക്കി ഇങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്ത് കിട്ടിയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നടാലോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ റമദാൻ ഒന്നാണല്ലോ, നോമ്പ് ഒന്നാണ്. അപ്പോൾ എല്ലാവരും ദ്വായിലും പ്രാർത്ഥനയിലൊക്കെ പ്രത്യേകം ഉൾപ്പെടുത്തുക കേട്ടോ, ഞമ്മക്കും വേണ്ടിയിട്ട്. അതുപോലെ നമ്മളെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ദ്വായിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മണ്ണ് ഇത് അവിടെ റെഡിയാക്കി വെച്ചിന്. ഇനി നമുക്ക് ഈ മണ്ണ് എന്ത് ചെയ്യണം, നമുക്ക് ഇത് നടാനിങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അതാ നന്നായിട്ട് ഇങ്ങോട്ട് കൊത്തി ഇളക്കി ഇങ്ങോട്ട് റെഡിയാക്കട്ടെ. ഇനി ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ നടാന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടൈം നമുക്ക് ഈ ബോട്ടിലുണ്ടല്ലോ, ഐസ്ക്രീം ബോട്ടിൽ കേട്ടോ, അതിലേക്ക് നമുക്കിങ്ങനെ മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങോട്ട് ഉറച്ച് നിൽക്കുമല്ലോ. അപ്പോൾ ഈ PVC പൈപ്പ് ഇങ്ങോട്ട് ഉറച്ച് നിൽക്കും ചെയ്യും. ഇതുപോലെ ഞാനിങ്ങോട്ട് മണ്ണിട്ട് കൊടുക്കട്ടെ. അപ്പോൾ അത് ആ മണ്ണിട്ട് കൊടുത്തപ്പം തന്നെ ഇതുപോലെ ഇങ്ങോട്ട് ഉറച്ചിന് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ തുളയിലൊക്കെ നമുക്ക് ഈ ഓട്ടക്കടിയിൽ ഫുള്ളും നമുക്ക് എന്ത് ചെയ്യണം, 10 മുല്ലച്ചെടികളുണ്ടല്ലോ, അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കുത്തി വെച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോണ്ട് മോൻ പറയണത് പുട്ടുംകുറ്റിയിൽ പിന്നെ പുട്ടുണ്ടാക്കണ മാതിരിയാന്നൊക്കെ അങ്ങനെ ഓരോന്ന് പറയും, തമാശ പറഞ്ഞിങ്ങനെ ചിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ചെടികൾ കേട്ടോ. നമ്മളെ ചെടി ഇങ്ങനെ ഉണ്ടായി വരുമ്പോഴത്തേനും നമ്മൾ ഉഷാറായി ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒന്ന് കട്ട് ചെയ്തിട്ട് അപ്പോഴത്തേനും നമ്മൾ വേറെ ഇതൊക്കെ നട്ട് പിടിപ്പിക്കട്ടോ. അപ്പോഴാണല്ലോ ഒരുപാട് ഉണ്ടാവുക. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പിടിക്കുമല്ലോ. അതാ ഇതുപോലെ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ തുളച്ച ഓട്ടകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം എന്ത് ചെയ്യണം, നമുക്ക് ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയാണ്. ഈ ചെടി എന്നില്ല, ഏത് ചെടികളും നടാം കേട്ടോ. നമ്മളെ കയ്യിലിപ്പോൾ അത്യാവശ്യം 10 ചെടികളും ഉള്ളത്. അപ്പോൾ അത് വെച്ച് നടാന്നുള്ളത്, ചെടി വെച്ചിട്ട് നടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു വെറൈറ്റി ആവും ചെയ്യല്ലോ. പിന്നെ കുറച്ച് പച്ചക്കറി നടാണ്ട്. അപ്പം എന്താണ്, ഇന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാ പണികളൊക്കെ നേരത്തെ കഴിയട്ടെ. നോമ്പ് ആരും ഒരു പ്രത്യേകത എന്താണല്ലേ, രാവിലെ തന്നെ കിച്ചണിലേക്ക് ഇറങ്ങണ്ട, നല്ല സുഖമാണ് കേട്ടോ. ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്കിട്ട് ഇറങ്ങിയാൽ മതി. അപ്പം പണി നല്ല കുറവുണ്ടാവും നോമ്പായാൽ. പിന്നെ അതുപോലെ തന്നെ ഈ സുബഹി നിസ്കരിച്ചിട്ട് നമുക്കുണ്ടല്ലോ, ഈ കടന്നാലുണ്ടല്ലോ നമ്മൾ അന്നത്തെ ദിവസം പോകും. കടക്കാതെ തന്നെ നമ്മൾ വേഗം അന്നേരം തന്നെ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരു 8:30-9 മണിയാകുമ്പോൾ നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ കുളി കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഒരു സുഖമാണ്. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട. അപ്പം ഞാൻ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ്, അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ കുളിക്കുന്നതിൻ്റെ മുന്നേ ഈ ഒന്ന് ചെടി നടാമെന്ന് വിചാരിച്ച്. എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് നടണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഭംഗി. അപ്പം തന്നെ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഇങ്ങോട്ട് വെച്ചപ്പോൾ എന്ത് ഭംഗിയില്ലേ ചെടി ഇങ്ങനെ വെച്ചപ്പോൾ. ഇനി ഇത് ഉണ്ടാകുമ്പം തന്നെ അതിനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ മുന്നൊക്കെ ഞാൻ ഇതുപോലെ നട്ട് വെച്ചിന് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു സീസൺ ടൈം ആണല്ലോ ഇതിനൊക്കെ. ഇത് ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിലാണ് നമ്മളൊരു ചെടീൻ്റെ മാസം. അത് ഏത് ചെടി ഉണ്ടാവാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ചെടി നട്ടു നോക്കൂട്ടോ. ഒരു പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഒരു കുഴിച്ചിടാനുള്ള ചെടികളൊക്കെ നടാനുള്ള ഒരു പൂതി ഇങ്ങോട്ട് വരും. ഓൾറെഡി അതിനോട് താല്പര്യമുള്ള ആൾക്കാർ കേട്ടോ, പച്ചക്കറിയൊക്കെ നടാനുള്ള ഒരു താല്പര്യമുള്ളവരൊക്കെ ഇതുപോലെ എന്ത് കിട്ടിയാലും നടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നട്ട് പിടിപ്പിച്ച് ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ
മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ട് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം മണ്ണിടുക, പിന്നെ ഇളക്കി കൊടുക്കുക. അതെന്തിനാണ് ഇളക്കണത് വെച്ചാൽ ഇതിൻ്റെ താഴെ ഭാഗം വരെ ഇങ്ങോട്ട് മണ്ണെത്തണമല്ലോ, എന്നാലാണല്ലോ ഈ ചെടീൻ്റെ ഇതിലേക്കൊക്കെ മണ്ണ് എത്തുക, വേരിങ്ങോട്ട് ഇറങ്ങാനുള്ളതാണല്ലോ. ഇതൊക്കെ നല്ല എളുപ്പത്തിൽ തന്നെ നടാൻ പറ്റുന്ന സംഗതികളാട്ടോ, വേഗം ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പം ഞാനിങ്ങനെ മണ്ണിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നിറച്ചെടുത്ത് കേട്ടോ, അതല്ലേ. അപ്പോൾ എന്താ ഈ മണ്ണ് ഇങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് നമ്മളെ ചെടിമലൊക്കെ ഇങ്ങനെ മണ്ണാവട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യണം, വെള്ളം ഒഴിച്ചിട്ട് അതൊക്കെ നമുക്ക് തട്ടി ഇങ്ങോട്ട് കൊടുത്താൽ തന്നെ ഇങ്ങോട്ട് ക്ലീൻ ആകും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത്, വെള്ളം ഒഴിച്ചപ്പോൾ കണ്ടില്ല മണ്ണുകളൊക്കെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി ഇനി മണ്ണിട്ട് കൊടുക്കാമെന്ന്. കുറച്ചുകൂടി മണ്ണിട്ട് കൊടുത്തപ്പോൾ പിന്നെ ആ മുകൾ ഭാഗത്തേക്കും നമുക്ക് അതുപോലെ ചെടി ഇങ്ങോട്ട് നടാട്ടോ. പിന്നെ താഴെയുള്ള ആ പാത്രത്തിലേക്കും നടാട്ടോ. താഴെ ഭാഗം ഉണ്ട് നമ്മൾ അതിലേക്കും നടാം. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് തിങ്ങി ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പം ഇങ്ങനെ വെള്ളം ഇങ്ങനെ നനച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാനപ്പം മുകൾ ഭാഗത്തേക്ക് നടാൻ വേണ്ടിയിട്ട് ഈ 10 മണിച്ചെടി കേട്ടോ, 8 മണിച്ചെടി. അപ്പോൾ അതും നടുകയാണ്. നമ്മളിൽ ഉണ്ടായി വരുമ്പോഴത്തേനും നമ്മൾ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് വേറെ എന്തിനെങ്കിലും നടുക. അപ്പോഴാണല്ലോ കുറേ ഉണ്ടാവുക നമ്മളടുത്ത്. ഒരു ചെടി തന്നെയാണെങ്കിൽ അത് തന്നെ ആകുമ്പോൾ നല്ല ഭംഗി കേട്ടോ. നമ്മൾ ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കരുത്, ഏതാണോ ഉള്ളത് അതിങ്ങോട്ട് നടുക. അപ്പോൾ ഞാൻ മുകൾ ഭാഗത്ത് ഇതും നടുക. അപ്പം പല വെറൈറ്റി കളറിലാണ് ഇപ്പോൾ നടുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ടായി വന്നിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. പിന്നെ അത് താഴെ ഭാഗം ഇതുപോലെ അങ്ങോട്ട് നട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ളും ആയി ഇതിങ്ങനെ ആകുമ്പോൾ ഒരു ഭംഗി, പ്രത്യേക ഒരു ഭംഗി തന്നെയാണല്ലോ. അപ്പം നമുക്ക് ഇത് എവിടെ വെക്കണം എന്നുള്ളതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉണ്ടല്ലേ, എങ്ങനെയുണ്ട്, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കമൻ്റ് അറിയിക്കട്ടോ. ഇതുപോലൊക്കെ നട്ടുപോലുണ്ടെങ്കിലും എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെടി നടരുന്നുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കാൻ. എന്നാൽ നമുക്കും അതുപോലൊക്കെ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിലൊക്കെ നമുക്ക് തിരുത്തും ചെയ്യാമല്ലോ. നിങ്ങളൊക്കെ ഓരോ കമൻറ്റുകൾ കാണുമ്പോഴാണ് നമുക്ക് ഇതിലായിട്ട് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. നമ്മളെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. പിന്നെ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ. ഇനി നമുക്ക് ഇത് ഞാൻ ഒരു ടേബിളുണ്ട് പൊട്ടിയത്, ആ ടേബിൾ നമ്മളിങ്ങനെ പുറത്തേക്ക് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാട്ടത് വെച്ചത്. അപ്പോൾ ഒന്ന് ഞാൻ നന്നായിട്ടൊന്ന് ക്ലീനാക്കി ഇതുപോലെ ഇവിടേക്കട്ട് വെച്ച്. കണ്ടോ എന്ത് ഭംഗിയില്ലേ. ഇനി ഇതിങ്ങോട്ട് പൂവിട്ടിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി. ആദ്യമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ലൈക്ക് വളരെ കുറവാണ് കേട്ടോ നമ്മളെ വീഡിയോസിന്. വീഡിയോ കാണുന്നുണ്ട്, ലൈക്ക് ആരും ചെയ്യുന്നില്ല. ലൈക്ക് ചെയ്യാൻ എന്തായാലും മടിയാണ്ടോണ്ട്. അപ്പം എന്ത് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം. ഓക്കെ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.